കയ്യിലെ 5 വിരലും ഒന്നുപോലെയല്ല. ആണോ? നോക്കണേ. കയ്യിലെ 5 വിരലും ഒന്നുപോലെയാണോ എന്ന്? അല്ലല്ലോ. അതുപോലെയാണ് മനുഷ്യരും, അല്ലേ? പലതരക്കാരും കാണും. അങ്ങനെയല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മൾ പലരാലും അവഗണിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും നമ്മളെ മാറ്റി നിർത്തി നമ്മളെന്തോ ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ്, ഒരു നികൃഷ്ട ജന്മം പോലെയാണെന്ന് പ്രഹസനം കാണിക്കുന്നവരുണ്ട്, ഇല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ളവർ ജീവിതത്തിൽ കാണില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ച് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, ഇല്ലേ? കയ്യിലെ 5 വിരലും ഒന്നുപോലെയല്ല എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയല്ല. ഒരുപോലെ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നതുമൊക്കെ പലതരത്തിലാണ്, അല്ലേ? നാം ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല എൻ്റെ മക്കളായാലും എൻ്റെ കൂട്ടുകാരായാലും ചിന്തിക്കുന്നത്, ആണോ? ഞാൻ ചിന്തിക്കുന്ന വേവലത്തിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു സെൻസിലായിരിക്കില്ല എടുക്കുക, അല്ലേ? ഞാൻ തമാശയ്ക്ക് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് ഗൗരവമായി അവരെടുക്കും. ഞാൻ ഗൗരവമായി പറയുന്നത് അവർ തമാശയായിട്ടും എടുക്കും. ഇത് രണ്ടുമല്ലാത്ത ഒരു പാതയിലൂടെയും പോവും, ഒരു രേഖയിലൂടെയും ഉണ്ട്, അല്ലേ? അപ്പോൾ എന്താ, നമ്മൾ അതിനനുസരിച്ച് അങ്ങോട്ട് പോവുക. നമുക്കെല്ലാം തികഞ്ഞെന്നുള്ള ഒരു അഹങ്കാരം ഒരിക്കലും ആരുടെ മനസ്സിലും ഉണ്ടാകരുത്. അത് നമ്മുടെ മനസ്സിനെ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കുക. എല്ലാവരും ഒരുപോലെ തന്നെയാണ്, അങ്ങനെയല്ലേ? പലർക്കും പല കുറവുകളും കാണും. ജീവിതത്തിൽ പല കുറവുകളും നേരിട്ടവർ കാണും. പ്രയാസങ്ങളായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടാവാം, ഇല്ലേ? എല്ലാവർക്കും സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സാഹചര്യത്തിനനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല കേൾക്കുന്നവർ ചിന്തിക്കുക എന്ന്, അല്ലേ? നമ്മൾ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും നമ്മളെ മാറ്റി നിർത്തി നമ്മളെല്ലാം ഒരു വീട്ടിൽ കയറുന്ന ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ പല ചിന്താഗതികൾ ഉള്ളവരുണ്ടാവും. കഴിവതും നമ്മൾ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. നമ്മളായിട്ട് തന്നെ ജീവിക്കുക. ഇവരുടെ മുമ്പിൽ വിജയിച്ച്